കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ നമുക്ക് വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. ഗണേശനെ കാണുമ്പോൾ വളരെ സുഖമാണ്. കാരണം 4 ഭാഗത്തുനിന്ന് നോക്കിയാൽ കാണാം. ഒരു പകുതി വരെ ആ കമ്പി ഇട്ടിട്ടുള്ള രൂപത്തിലാണ് മതിലിങ്ങനെ. പിന്നെ അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് ഗണേശൻ. അപ്പോൾ ഗണേശനെ കണ്ട് തൊഴുത് നമ്മൾ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടത് വശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കെടാവിളക്കും ഒക്കെ കാണാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ തിളക്കം. സ്വർണത്തിൻ്റെ വെള്ളിയുടെയൊക്കെ നെയ്വിളക്ക് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ എന്തൊരു രസമാണെന്നറിയോ. അങ്ങനെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. ഇന്നിപ്പോൾ നല്ല പൊന്നിൻ്റെ ഊഞ്ഞാലുമ്പിൻ്റെ മുകളിൽ ഇരിക്കുക കേട്ടോ. കാലിങ്ങനെ തൂക്കിയിട്ട് കുസൃതിയായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇടത് കൈ കൊണ്ട് ആ ഊഞ്ഞാലിൻ്റെ വള്ളി പിടിച്ചിട്ടുണ്ട്, വലത് കൈ കൊണ്ട് വെണ്ണയുണ്ട് കയ്യിൽ. എന്ത് കുസൃതിയായി ഉണ്ണി കാണിക്കണേ. അവിടുന്ന് എങ്ങാനും വീണാലോ? അങ്ങനെ ഒന്നും ഒരു ചിന്തയില്ല കേട്ടോ. എനിക്കിതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ മുകളിലിരിക്കുന്ന പറഞ്ഞ്. അങ്ങനെ ആ കാലൊക്കെ ഇങ്ങനെ നീട്ടി ആടിക്കൊണ്ടിരിക്കുകയാണ്. അവരൊറ്റ കയ്യിൽ പിടിച്ച് ഭയങ്കര ഞാൻ വലിയ ആളാണ്, എനിക്കിതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന പോലെയാണ് ആ ഉണ്ണിയുടെ കളി. എന്ത് രസമാണ്. അങ്ങനെ നോക്കുമ്പോൾ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. അങ്ങനെ കഴുത്തിലൊരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുനെറ്റിയിലും ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല 4 തിരുമുടിമാല ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ നിത്യവും 4 തിരുമുടിമാല. അത് വെളുത്ത പൂവും തെച്ചിയും തുളസിയും ഒക്കെ ആയിട്ടുള്ള പോലെ തന്നെ. അതേപോലെ ഉണ്ടമാല 2 എണ്ണം. അതൊന്നിങ്ങനെ വനമാല പോലെ. പിന്നെ ഒരെണ്ണം സാധാരണ തെച്ചി തുളസി വെളുത്ത പൂവായിട്ടുള്ളത്. അങ്ങനെ 2 ഉണ്ടമാലയുണ്ട്, 4 തിരുമുടിമാലയുണ്ട്. അങ്ങനെ ചാർത്തിയിട്ട് വളരെ സുന്ദരനായിട്ട് ഇങ്ങനെ ആ ഉണ്ണി, എന്താ പറയുക, അത്രയും കുസൃതിയാണ് ആ മുഖത്തേക്ക് നോക്കിയാലേ. നല്ല സുഖമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവരുടെയും മനസ്സിപ്പോൾ ആ സോപാനപ്പടിയിലാണ്. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുതോളൂ. അപ്പോൾ ആ ഉണ്ണിയുടെ, ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എന്തായാലും എത്തും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാനായിട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ ഗണേശൻ്റെ അടുത്ത് കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മാവിനെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ നമ്മളെ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ നരസിംഹമൂർത്തിയെ കാണാം. കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. എന്നിട്ട് ഹനുമാൻ സ്വാമി അടുത്ത് വരാം. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ കണ്ട് തൊഴാം. എന്നിട്ട് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും കിടാവളക്കൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിലെത്തിയ ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നമ്മൾ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്തെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട്. അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ അവിടെ നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെ ആവും. പിന്നീട് അങ്ങനെ അവിടുന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നെ നമ്മൾ നേരെ ആ കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ നേരെ ക്ഷുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കുളത്തിൻ്റെ നടുക്കുള്ള കാളിയമർദ്ദൻ രൂപം കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അതിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നാരായണാലയം കാണാം. അവിടേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്ത് മേൽപ്പത്തൂരിൻ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്ന് ഭഗവാനെ ഒന്നുകൂടി തൊഴുത് പ്രാർത്ഥിക്കാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.